വെൽക്കം മീഡിയ. നമസ്കാരമുണ്ടേ. നമ്മളൊരു ഹിഡൻ സ്പോട്ടും തപ്പിയുള്ളൊരു യാത്രയായിരുന്നു. ഫൈനലി ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. നല്ല ഒന്നാമത്തെ ഒരു സൂര്യ അസ്തമയം കണ്ട് നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എവിടാന്നറിയാലോ, നമ്മുടെ സ്വന്തം ചുനക്കര പുഞ്ച. നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് പോയിട്ട് വരാം. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായ പാടമാണ് ഇരുവശവും. കണ്ടില്ലേ, നോക്കത്താ ദൂരത്തേക്ക് ഇങ്ങനെ കിടക്കാണ് പാടം. സൂര്യാസ്തമയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്ന സമയം കറക്റ്റ് ഒരു ഗോൾഡൻ അവർ എന്നൊക്കെ പറഞ്ഞ സമയത്താണ് വന്നത്. ഓക്കെ, അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ആ സ്പോട്ട്. ഇവിടെ കണ്ടോ, ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ പുഞ്ചയാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് ഇറങ്ങിയിട്ട് ഒക്കെ എക്സ്പ്ലോർ ചെയ്യും. ഇപ്പോൾ അതേ മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടൊക്കെ അത്യാവശ്യം ആൾക്കാർ 6 മണി 6:10 സമയത്താണ് ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ വളരെ പ്രകൃതി രമണീയം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള കാറ്റും ഭംഗിയും പച്ചപ്പും വയലും വെള്ളവും എല്ലാ രീതിയിലുള്ള റിലാക്സിങ് ആയിട്ടുള്ളൊരു മൂഡ് തരുന്നൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് കാണുന്നത്. ഞാനും അവിയും സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എനിക്കും അവിക്കും അത്രയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി കേട്ടോ. അത്രയും സൂപ്പർ സ്ഥലം. അതെ, ഫോണിൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ വേറെ ലെവലാട്ടോ. റോഡിൽ നിന്ന് ഇറങ്ങി വലത്തോട്ട് തിരിയുമ്പം കാണുന്ന വ്യൂ ആണിത്. ആക്ച്വലി ഇവിടെ മഴക്കാലം ആകുമ്പം ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വേനൽക്കാലമൊക്കെ ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. സത്യം പറഞ്ഞ ഇതൊരു പല പല രീതിയിലുള്ള ഒരു ചെറിയ മിനി ഐലൻഡ് പോലെയാണ്. തോട് പോലെ തോട് ഐലൻഡ് എന്നൊക്കെ ഇവിടെ മീൻ വളത്തിന് വല്ലതും ഉണ്ടോ എന്നതിന് അറിയില്ല. ഒന്നും കണ്ടിട്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരു വേറൊരു പുഞ്ച പോയെന്നല്ലോ ഈ ഇടയ്ക്ക്, കരിങ്കാലി പുഞ്ച. കരിങ്കാലി പുഞ്ചയുടെ വീഡിയോ നമ്മുടെ കിടപ്പുണ്ട്, അത് നോക്കിയാൽ അതില്ല. നമ്മുടെ ഈ അവിടെ ആണെങ്കിൽ പെഡൽ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടക്കം. അതെ, പിന്നീട് അങ്ങ് ക്ലോസ് ആയി. ഒന്നും കാണുന്നില്ല. എല്ലാ ആൾക്കാരുണ്ട്. അല്ല, എവിടെ വേണോ നമുക്ക് പോവാം. നമുക്കിവിടെ പറ്റിയ സമയം ഒരു ഇച്ചിരി വൈകിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ വന്ന് ചില്ല് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്പേസ്, അടിപൊളി സ്ഥലമാണ്. ഇവിടെ വരുമ്പം നമുക്ക് വണ്ടിക്ക് അങ്ങനെ പാർക്കിംഗ് ഒന്നുമില്ല. അവിടെ കണ്ടില്ല, റോഡ് സൈഡിൽ അവിടെ ഇങ്ങനെ നമുക്ക് സൈഡിലോട്ട് വണ്ടി ഒതുക്കിയിട്ടിട്ട് ഇറങ്ങാം. സത്യം പറഞ്ഞാൽ ഇത് നമ്മളൊരു സൂമായിട്ട് കാണിക്കുന്നതാണ്. സൂം ഔട്ട് ചെയ്യുമ്പോൾ ദൂരത്താണ് വണ്ടി കിടക്കുന്നത്. പക്ഷെ ഭയങ്കര കൂൾ ക്ലൈമറ്റ് ആണ്, ഭയങ്കര കാറ്റാണ്, ഭയങ്കര പീസ്ഫുൾ. ഇതുപോലെ അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ചായയും ഒക്കെ ആവാം, വേണമെങ്കിൽ ഒരു കടിയും ആവാം. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാൽ ഇതുപോലെ തന്നെ അപ്പുറത്തൊരു വശവും കൂടെ ഉണ്ട്, വയലിൻ്റെ എല്ലാം ഇവിടെ കൂടെ. ഒരു രണ്ടാം ഭാഗമായിട്ട് എന്തായാലും നമ്മൾ ചിത്രീകരിക്കുന്നതായിരിക്കും. കാരണം ഞങ്ങൾ ഇവിടെ നടന്ന് അവിടെ എത്തുമ്പോഴേക്കും ലൈറ്റ് എല്ലാം പോകും. അതെ, ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ, ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അതെ, എന്തോ ചെയ്യാനാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിലൊക്കെ ഇവിടെ നോക്കി, ഈ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാനൊക്കെ തോന്നും. ആരും ഇറങ്ങാൻ ശ്രമിക്കരുത്, കാര്യം ചതുപ്പാണ്. ഇറങ്ങി കഴിഞ്ഞാൽ രക്ഷിക്കാൻ വരാനൊന്നും ആൾക്കാർക്ക് പറ്റില്ല, അത്രയും വാസ്റ്റ് ഏരിയ ആണ്. അതെ, സോ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു സൈഡിൽ വയലും ഇവിടെ എല്ലാം വയൽ പോലെ ഉണ്ടോ, ഈ ഒരു സൈഡിലെ പാടവും ആയിട്ടാണ് കിടക്കുന്നത്. പാടമല്ല, സോറി, വെള്ളമാണെങ്കിൽ പോയി, അതോടെ നമ്മുടെ ലൈറ്റും തീർന്നു. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ വണ്ടിയിൽ വരണം കേട്ടോ, ഇവിടെ വേറെ ഓട്ടോറിക്ഷ പരിപാടികളൊന്നുമില്ല. ബൈക്ക്, കാറ്, ഇങ്ങനെ സ്വന്തം വണ്ടിയിൽ വന്നാലേ കാര്യം നടക്കും. അപ്പം നമുക്ക് പയ്യെ പോകാല്ലേ അഭി? ഞങ്ങൾ അടുത്ത അപ്പുറത്തെ സൈഡിലോട്ട് പോവാണ്. പക്ഷെ അപ്പുറത്ത് ഇപ്പോൾ പോകുമ്പോഴേക്ക് ഇരുട്ടാവുമെന്ന് തോന്നുന്നു. ഇരുട്ടായില്ലെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇതിന് നേരെ എതിർവശമായിട്ട് ഇപ്പുറത്തൊരു വശമുണ്ടെന്നുള്ളത്. അത് ഈ വശമാണ്. ഇവിടെ കാര്യം അത് ഇറങ്ങുന്നില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു അവിടെ ഒരു കുഴിയുണ്ട് അഭി. വേണ്ട, ഇറങ്ങണ്ട, ചാടിപ്പോണം, ഹൈ ജമ്പ് ചാടണം. ഇപ്പോൾ വേറെ ചാടും നമുക്ക് കാണാൻ കേട്ടോ. അതെ, ഇതുപോലെ വേണം ചാടിപ്പോവാൻ. അതെ, ഹൈ ജമ്പിലൊക്കെ ചാടി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം ചാടുക, അല്ലെങ്കിൽ വെള്ളത്തിൽ പോകുന്നുള്ള 5 മണി മുതൽ വന്നിരിക്കണം. 5 മണി മുതൽ വരാം. അതിന് മുമ്പ് വന്നാൽ നല്ല ചൂടായിരിക്കും. അതെ, 5 മണി ടു 6:30 വരെ ഓക്കെയാണ്. 6:30 കഴിഞ്ഞ് ഇരുട്ടായി തുടങ്ങും.
അപ്പുറത്തുണ്ടോ മതിൽ പോലെയാണ് അത് നിൽക്കുന്നത്. ആ സാധനം എന്താണ് നിൽക്കുന്നത്? ശരിക്കും ഇത് ഇതിലെ വയലിൻ്റെ അറ്റമല്ലേ, കറക്റ്റ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. വയലാണ് മീൻ പോകുന്നു. മീനൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഞാൻ തോന്നുന്നു എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ട്. അവിടെ ആ സ്പോട്ടിലൂടെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ ഒരു വഴിയുണ്ട്. ഇവിടെ നമുക്ക് ഇനി അടുത്ത് അങ്ങോട്ട് പോകാം. ഓക്കെ. കൊച്ചു കുഞ്ഞ് നടക്കുന്നുണ്ട്. എൻ്റെ അമ്മ പുറകെ നടന്ന് അടിയിട്ടും ഓടരുതെന്ന് പറയുന്നുണ്ട്. ഇപ്പം തിരിച്ചു പോയി. വീഡിയോ എടുക്കാം കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് തിരിച്ച് അവിടെ അമ്മ ഫോട്ടോ എടുത്ത് കൊടുത്തോണ്ടിരിക്കുക കുഞ്ഞിൻ്റെ. റീൽസ് മൊത്തത്തിൽ പോയി. നടന്നങ്ങ് എത്തണം, ചായക്കട വരെ എത്തണം. രണ്ടുപേരൊന്ന് ഇരിക്കാം എന്ന് വിചാരിച്ചത്. അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ തൂണ് പോലെ ഉണ്ട് നടന്നു പോകുന്നിടത്ത്. അവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് പുഞ്ചയും ഇതിൻ്റെ റോഡും ഒക്കെ ആയിട്ടുള്ളത്. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് പോയി. അതെ, ലൈറ്റ് പോയതുകൊണ്ടും ലൈറ്റ് മാത്രമല്ല സമയമുണ്ട്, ചാർജും പോയി. അതെ, സമയം പോയി. എല്ലാവരും പരിമിതികളുണ്ട്. അത് ഞങ്ങൾ തിരിച്ച് അവിടെ ഒരു ചായക്കടയുണ്ട്. അവിടെ നിന്നൊരു ചായം കുടിച്ച് പോവാം. എല്ലാവരും ചായ കുടിക്കുമ്പോൾ എത്തുമ്പോൾ ഫോൺ ഓഫ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചായയുടെ ഫോട്ടോ കാണിച്ചു തരാം. പിന്നെ സ്ഥലം എവിടാന്നുള്ളത് ലൊക്കേഷനൊക്കെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്ന് നോക്കി വന്നോ. തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ ചായക്കടയിലെത്തി വിത്ത് ഫുൾ ചാർജ്. ചാർജ് തീർന്നിട്ടില്ല. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾ ചായക്കടയിൽ നിന്ന് ഒരു ചായയും എന്താണ് നല്ലൊരു ചായക്കട അല്ലേ, പരിപ്പൂട ഉണ്ട്. അപ്പോൾ അതെ, ഇതാണ് ആ കടിയും കുടിയും. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ചായയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ചായയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ പരിപ്പൂടയായിരുന്നു. അഫോർഡബിൾ റേറ്റ്സും ആണ്. ഈ വലതുവശത്ത് ഈ ഒരു ചുമന്നിരിക്കുന്ന രസമുണ്ട്. ഇത് പ്രോപ്പർ ലൈറ്റിങ്. സൂപ്പർ അല്ലേ? സൂപ്പർ. ഇത് വെളുപ്പാങ്കാലത്ത് വന്നാലും നല്ല ഭംഗിയായിരിക്കും അല്ലേ? നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും റീൽസൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരല്ലേ, റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ DP പരിപാടികൾ, അതിനൊക്കെ പറ്റിയ കിടിലൻ ലൊക്കേഷനാണ്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. കാര്യം അത്യാവശ്യം ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യാം. ഷോർട്ട് ഫിലിം എന്നല്ല, ഷൂട്ടും എല്ലാം ചെയ്യാം. ഒരു സ്ഥലം എന്തായാലും വിറ്റ്നസ് ചെയ്യാൻ പറ്റിയൊരു ഭയങ്കര സന്തോഷം. ഞാൻ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കോട്ടോ, ലൊക്കേഷൻ അവിടെ ഉണ്ട്. അവിയാണ് ഈ ഒരു സ്ഥലം എന്നെ കൂടെ കാണിച്ചു തരുന്നത്. താങ്ക്സ് അവി. നന്ദി ഉണ്ടാവണം. അതെ, സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തിന് നമ്മൾ ടിക്കാഡിയ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അത് ആ രീതിയിൽ തന്നെ കണ്ടാലേ അതിനൊരു രസമുള്ളൂ അല്ലേ? അങ്ങനല്ലേ? എന്ത് ഒന്നുകൂടെ പറഞ്ഞേ? ടിക്കാഡിയ അതെന്താ സാധനം? എന്തോ വലിയ സാധനമാണെന്ന് മനസ്സിലായി. പക്ഷെ എന്തായാലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വലിയൊരു പ്രോസസ് അല്ലേ മോനെ? തീർച്ചയായിട്ടും. ടാറ്റ ബൈ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നിർത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചുനക്കര പുഞ്ച. ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വന്ന് വിളിച്ചിട്ട് പോകും. ഓക്കെ, തീർച്ചയായിട്ടും. ഇനി കാണുന്നത് വരെ അവി ഒരു ടാറ്റ പറഞ്ഞു. ടാറ്റ.